പുള്ളി പലപ്പോഴും നെഗറ്റീവായി പോയെന്നൊരു വിഷമമുണ്ട്. ഞാൻ പറയാറുണ്ട്, അവനോട് തന്നെ പറയാറുണ്ട്. ഇപ്പോൾ സൂര്യകിരീടം വീണുടഞ്ഞു പറയേണ്ട കാര്യമില്ല. നീ എന്തിനാ വെറുതെ അങ്ങനെ പറഞ്ഞു. അതുപോലെ നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം മാർന്നുപോയി. അപ്പോൾ അങ്ങനെ എഴുതിക്കൂടാ മോനെ, എനിക്ക് സങ്കടമായി ഇപ്പോഴും. അതെ, അവനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എഴുതിക്കൂടാ എന്ന് പറയുന്നു. ഇവിടുന്ന് പോകുമ്പോൾ അതൊന്നും ഇല്ലായിരുന്നു, ഈ കൂട്ടിലാണ് സംഭവിച്ചത്. സാധുക്കുട്ടിയാണ് ഇവിടുത്തെ. ഗാനരചയിതാക്കളുടെ അവസാന കണ്ണികളൊക്കെയായിരുന്നു, അവസാനത്തെ കണ്ണികളെന്ന് വിശേഷിപ്പിക്കാം. അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാനാണ് ഇഷ്ടം. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും. ഈ ഒരു പ്രസ്താവന അയാൾ നടത്തിയത് ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് നടത്തിയാണ്. അത് കുറേ കാരണം കമൻറ്റ് ബോക്സിൽ കിടന്ന് ചരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ജ്യേഷ്ഠ തുല്യനൊക്കെ ആയിരുന്നു. അവർ തമ്മിൽ പരസ്പരം ഇവരുടെ ഗാനങ്ങളൊക്കെ ഗാനരചയിതയോട് കാലം കഴിഞ്ഞോട് ഇവരുടെ അത്രയോ ഇതിനു മുമ്പുണ്ടായിരുന്നവരുടെ അത്രയോ കിടപിടിക്കാൻ ഒരാളും എത്തിയിട്ടില്ലെന്നുള്ളത്, 7 അയലത്ത് പോലും എത്തിയിട്ടില്ലെന്നാണ് ഈ പറയാം. 1 or 2 വന്നെങ്കിൽ വന്നതായി. പക്ഷേ ഒരു ഗിരീഷ് പുത്തഞ്ചേരി കൈതപ്രം അതൊരു വേറെ ലെവൽ കോംബോ തന്നെയായിരുന്നു. എത്ര മനോഹര ഗാനങ്ങൾ, പ്രണയ ഗാനങ്ങൾ, അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ, അടിപൊളി ഗാനങ്ങൾ. അപ്പോൾ പരസ്പരം ഇവർ തമ്മിൽ സ്നേഹത്തിന് വിമർശിക്കാറുണ്ട്. നമ്മൾ ഈ മദ്യപാന കലാഭവൻ ചേട്ടനെ തകർത്ത പോലെ കൂട്ടുകെട്ടിടും മദ്യപാനം തകർത്ത മറ്റൊരു വ്യക്തിയാണ് ഗിരീഷ് പുത്തഞ്ചേരി. അധികം ആരും പരാമർശിച്ച് കേട്ടിട്ടില്ല. അദ്ദേഹം നല്ല വെള്ളമടിയായിരുന്നു. പക്ഷെ അദ്ദേഹം പോയതോടുകൂടി പിന്നെ ഇദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് വല്ലപ്പോഴും മിന്നൽ വള എന്ന് പറഞ്ഞൊരു പാട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നാലും ആ ഒരു പഴയ ഒരു ടച്ച് ഇപ്പോഴും മിസ്സിങ് തന്നെയാണ്. ആ കോമ്പറ്റീഷൻ വളരെ മിസ്സിങ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഇവർ നല്ല അധികായന്മാരൊക്കെ തന്നെയാണ്. എത്ര മനോഹരമായ ഗാനങ്ങളൊക്കെ സമ്മാനിച്ചു. ഇനി ഇതുപോലുള്ള രചയിതാക്കൾ ഇനി ഉണ്ടാവുകയില്ല. അവസാനത്തെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു കണ്ണി കൈതപ്രം തന്നെയാണ്. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ശത്രുവായിട്ട് എനിക്ക് അസൂയ തോന്നിപ്പോയുള്ള ആളാണ് കൈതപ്രം എന്നൊക്കെയുള്ളത്. ഇവർ പരസ്പരം നല്ല സ്നേഹത്തിലൊക്കെ. ഇതൊന്നും അറിയാത്തവരാണ് കമൻറ്റ് ബോക്സിൽ കിടന്ന് ഇയാൾ എല്ലാം ഗിരീഷ് പുത്തഞ്ചേരിയും കുറ്റം പറയുകയാണ്. പക്ഷേ അതൊരു സൗഹൃദഭാവമായിട്ട് കണ്ടാൽ മതി.